അഭീഷ്ടസിദ്ധിക്ക് ഏറെ പ്രസിദ്ധമായ സുന്ദരകാന്ഡം വായിക്കുന്നതും കേൾക്കുന്നതും പുണ്യപ്രദമാണ്. 100 യോജന വിസ്താരമുള്ള സമുദ്രം ചാടിക്കടക്കാനായി കാത്തുനിൽക്കുന്ന ഹനുമാൻ സുന്ദരകാന്ഡം പ്രധാനമായി ഇവിടെ തുടങ്ങുന്നു. തൻ്റെ സർവസ്വവുമായ ശ്രീരാമസ്വാമിയെ മനസ്സിൽ ധ്യാനിക്കുന്ന ആ നിമിഷം സർവചരാചരങ്ങളെയും മറന്ന് ആ പാതാരവിന്ദം മാത്രം സ്മരിക്കുന്നു. രാമായണത്തിലെ 7 ഖണ്ഡങ്ങളിൽ ഏറ്റവും വിശേഷപ്പെട്ടതാണ് സുന്ദരകാന്ഡം. ജാമ്പവാനാൽ തൻ്റെ കഴിവിനെക്കുറിച്ച് കേട്ടപ്പോൾ ഹനുമാൻ സ്വാമി പിന്നെ ഒന്നുമേ ചിന്തിച്ചില്ല. ഹൃദയത്തിൽ രാമസ്തുതിയും കയ്യിൽ രാമാങ്കുലിയവുമായി പോകുന്ന തനിക്ക് ഒരു പ്രതിബന്ധങ്ങളും തടസ്സമല്ല എന്നറിയുന്നു. മഹേന്ദ്രപർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിന്ന് മുന്നിൽ പരന്നു കിടക്കുന്ന സമുദ്രത്തെ നോക്കി നിന്ന് ശ്രീരാമസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് മഹേന്ദ്രപർവ്വതത്തിൽ നിന്നും കുതിച്ചു ചാടി മുകളിലേക്കുയർന്ന് ആകാശത്തൂടെ തെക്കോട്ട് യാത്രയായി. ഇത് കണ്ട് ദേവഗണങ്ങളും ഋഷിഗണങ്ങളും ആശ്ചര്യത്തോടെ നോക്കി നിന്നു. കുറച്ചു ദൂരം ആകാശമാർഗേ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ സമുദ്രരാജാവായ വരുണൻ്റെ ആജ്ഞയാൽ ഹനുമാൻ സ്വാമിക്ക് വിശ്രമിക്കാനായി മൈനാകപർവ്വതം മുകളിലേക്ക് ഉയർന്നു വന്നു. പക്ഷേ രാമകാര്യത്തിനായി പോകുന്ന തനിക്ക് വിശ്രമിക്കാൻ സമയമില്ലെന്നറിയിച്ച് അവിടെ നിന്നും യാത്ര തുടർന്നു. ഇതിനിടയിൽ നാഗമാതാവായ സുരസാദേവി രാക്ഷസ രൂപത്തിൽ ഹനുമാന്റെ മുന്നിലെത്തി നിന്ന് ഹനുമാനെ വിഴുങ്ങുന്നതിനായി വായും തുറന്നു നിന്നു. രാമകാര്യം സാധിക്കാനായി പോകുന്ന താൻ അത് കഴിഞ്ഞ് താങ്കൾക്ക് ആഹാരമായി കൊള്ളാമെന്ന് അപേക്ഷിച്ചെങ്കിലും സുരസ സമ്മതിച്ചില്ല. ആഞ്ജനേയൻ തൻ്റെ യോഗശക്തി കൊണ്ട് ഒരു പെരുവിരലിൻ്റെ വലിപ്പത്തിൽ തൻ്റെ ശരീരത്തെ ചെറുതാക്കിക്കൊണ്ട് സുരസയുടെ വായിൽ പ്രവേശിച്ച് ചെവിയിൽ കൂടി പുറത്തു വന്നു. വീണ്ടും സഞ്ചാരം തുടങ്ങി. പിന്നെയും കുറച്ചു പോയപ്പോൾ സമുദ്രത്തിൻ്റെ മുകളിൽ കൂടി പോകുന്ന വസ്തുവിൻ്റെ നിഴലിനെ ആകർഷിച്ച് അടുത്തു വരുത്തി ആഹാരമാക്കുന്ന ഛായാഗ്രാഹിണി എന്ന ഭൂതത്തെ കണ്ടു. ആ ഭൂതം ഹനുമാനെ ആകർഷിച്ച് തന്നിലേക്ക് അടുപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഹനുമാന്റെ ഗതിക്ക് വിഘ്നം വരുന്നതായി അനുഭവപ്പെട്ടതിനാൽ താഴെ സമുദ്രത്തിലേക്ക് നോക്കിയപ്പോൾ ആ ഭൂതത്തെ കണ്ടു. താഴെ വന്ന് കാലുകൊണ്ട് ചവിട്ടി ആ ഭൂതത്തെ മാറ്റിയ ശേഷം തൻ്റെ സഞ്ചാരം തുടർന്നു. പിന്നെ തടസ്സങ്ങളൊന്നുമില്ലാതെ സമുദ്രത്തിനക്കരെ സുമേരു പർവ്വതത്തിൽ ചെന്നെത്തി. അവിടെ വിശ്രമിച്ചു. അതിനുശേഷം പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിന്ന് ലങ്കാ രാജധാനിയെ ഒന്ന് വീക്ഷിച്ചു. എല്ലാ വശങ്ങളിലും ആയുധധാരികളായ സൈനികരെയും അമ്പരചുംബികളായ ഗോപുരങ്ങളും കണ്ട് ഒന്ന് ചിന്തയിലായി. എങ്ങനെയാണ് ഇത്ര സുരക്ഷിതമായിട്ടുള്ള രാജധാനിയിൽ പ്രവേശിക്കുന്നത്? എങ്ങനെ ഇതിൽ വസിക്കുന്ന സീതാദേവിയെ കണ്ടുപിടിക്കും? ഹനുമാൻ ചിന്തയിലാണ്ടു. രാത്രിയാകാൻ വേണ്ടി സുമേരു പർവ്വതത്തിൽ തന്നെ രാത്രിയാകുന്നതിന് വേണ്ടി കാത്തിരുന്നു. ചുറ്റും അന്ധകാരമായെന്ന് തോന്നിയപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് രാജധാനിയിൽ പ്രവേശിക്കാനുള്ള മാർഗം തിരഞ്ഞു. നല്ല രാത്രിയായപ്പോൾ രാജപാതയിൽ കൂടി നടന്ന് പ്രധാന ഗോപുരത്തിലെത്തി. ഗാഠനിദ്രയിൽ മുഴുകിയ ദ്വാരപാലകന്മാരെ അവിടെ കണ്ടു. അവരുടെ ഇടയിൽ കൂടി അകത്ത് കടന്നപ്പോൾ ഭയങ്കര രാക്ഷസിയായ ലങ്കയെ സംരക്ഷിക്കുന്ന ലങ്കാലക്ഷ്മിയെ കണ്ടു. ഹനുമാന്റെ മാർഗതടസ്സത്തിനായി വന്ന രാക്ഷസിയെ അടിച്ചു ബോധം കെടുത്തി. ബോധമുണർന്ന ലങ്കാലക്ഷ്മി അകത്തേക്ക് കടക്കാനുള്ള മാർഗം ഹനുമാന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ തന്നെ ലങ്ക വിട്ടു പോവുകയും ചെയ്തു. പിന്നെ താമസിച്ചില്ല. അകത്ത് കിടന്ന ഹനുമാൻ സീതാദേവിയെ അന്വേഷിക്കാൻ തുടങ്ങി. രാവണൻ്റെ അന്തഃപുരത്തിലുള്ള അശോകവനത്തിലെ ശിംശുഭാവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ സീതാദേവി രാക്ഷസികളാൽ ചുറ്റപ്പെട്ട് ഇരിക്കുന്നതായി കണ്ടു. ആ ശിംശുഭാവൃക്ഷത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ശബ്ദകോലാഹലങ്ങളോടുകൂടി രാവണൻ സർവാഭരണഭൂഷിതനായി വരുന്നതായി കണ്ടു. രാവണൻ വന്ന് മധുരവാക്കുകളെ കൊണ്ട് സീതാദേവിയെ വശീകരിക്കാൻ ശ്രമിച്ചു. അതെല്ലാം വ്യർത്ഥമാണെന്ന് മനസ്സിലാക്കി 2 മാസത്തിനകം തൻ്റെ ഇംഗിതത്തിന് വഴങ്ങിയില്ലെങ്കിൽ സീതയെ വധിക്കുമെന്ന് ഭീഷണി മുഴക്കി. രാക്ഷസികളോട് സീതാദേവിയെ അനുനയിപ്പിക്കാൻ ആജ്ഞ നൽകി അവിടെ നിന്ന് യാത്രയായി.
അല്പം കഴിഞ്ഞ് രാക്ഷസികൾ ഉറങ്ങിയപ്പോൾ ദുഃഖിച്ചിരിക്കുന്ന സീതയെ ആശ്വസിപ്പിക്കാനായി ശ്രീരാമചരിതം ഹനുമാൻ പാടാൻ തുടങ്ങി. ആരാണോ ഈ കർണാമൃതമായ രാമകഥ പറയുന്നത്, ആ രൂപം കൂടി കാണാൻ കഴിഞ്ഞാൽ ധന്യയായി എന്ന് സീതാദേവി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇതറിഞ്ഞ ഹനുമാൻ വൃഷശരീരനായി ദേവിയുടെ മുമ്പിൽ പതുക്കെ ഇറങ്ങി വന്നു. ദേവിയെ സാഷ്ടാംഗം പ്രണമിച്ചു. ഭഗവാൻ പറഞ്ഞയച്ച അടയാളവാക്യത്തെ കേൾപ്പിച്ചു. കൊടുത്തയച്ച അങ്കുലീയം ദേവിയുടെ കയ്യിൽ കൊടുത്തു. ഹനുമാൻ രാമദൂതനാണെന്ന് ദേവിക്ക് ബോധ്യമായി. ഭഗവാനെ അറിയിക്കാനുള്ള കാര്യങ്ങൾ ഹനുമാനോട് പറഞ്ഞു. 2 മാസത്തിനകം വന്ന് തന്നെ ഇവിടെ നിന്ന് മോചിപ്പിച്ചില്ലെങ്കിൽ താൻ ജീവിച്ചിരിക്കയില്ലെന്ന് ഭഗവാനോട് അറിയിക്കാൻ പറഞ്ഞു. ഭഗവാന് ബോധ്യമാകാൻ വേണ്ടി അടയാളവാക്യം പറഞ്ഞു കൊടുത്തു. തൻ്റെ തലയിൽ ചൂടിയിരുന്ന ചൂടാരത്നവും ഹനുമാൻ്റെ കയ്യിൽ കൊടുത്തു. 2 മാസത്തിനകം വന്ന് രാവണനെ കൊന്ന് ദേവിയെ കൊണ്ടുപോകാമെന്ന് ഹനുമാൻ പ്രതിജ്ഞ ചെയ്തു. ദേവിയെ നമസ്കരിച്ച് യാത്രയായി. പക്ഷേ ഒന്ന് വിചാരിച്ചു, പ്രഭാതമാകാൻ ഇനിയും സമയമുണ്ട്. രാവണൻ്റെ ശക്തി എത്രത്തോളമുണ്ടെന്ന് ഒന്നറിഞ്ഞുപോയി തൻ്റെ സ്വാമിയോട് പറയാമെന്ന് കരുതി ആലോചിച്ചു നിന്നു. താമസിച്ചില്ല, അശോകവനം തല്ലിത്തകർത്തു. ഇതറിഞ്ഞ സൈനികർ യുദ്ധത്തിന് തയ്യാറായി വന്നു. അവരെയെല്ലാം വൃക്ഷങ്ങൾ പിഴുതെടുത്തടിച്ചു വന്നു. പിന്നെ സൈന്യാധിപന്മാർ വന്നു അവരെയും കൊന്ന്. ഇതറിഞ്ഞ രാവണൻ കോപാകുലനായി. ഒരായുധവുമില്ലാതെ ഒരു വാനരൻ ഈ നാശനഷ്ടങ്ങൾ നടത്തിയതറിഞ്ഞ് രാവണൻ സ്വയം പുറപ്പെടാൻ തുടങ്ങി. അപ്പോൾ രാവണപുത്രനായ അക്ഷയകുമാരൻ താൻ ചെന്ന് ആ വാനരനെ പിടിച്ചുകെട്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. സൈന്യങ്ങളുമായി വന്ന് അമ്പുകളെയ്യാൻ തുടങ്ങി. അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് ഹനുമാൻ മരങ്ങൾ പിഴുതെടുത്ത് അവരെയും കൊന്നൊടുക്കി. ഇതറിഞ്ഞ രാവണൻ സ്വയം ഇറങ്ങി പുറപ്പെട്ടു. ഉടനെ രാവണപുത്രനായ ഇന്ദ്രജിത്ത് കെട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞു. സൈന്യങ്ങളുമായി ചെന്ന് യുദ്ധം തുടങ്ങി. ജയം സാധ്യമല്ല, പരാജയപ്പെടുമെന്ന് മനസ്സിലായപ്പോൾ മേഘനാഥൻ ബ്രഹ്മാസ്ത്രം എയ്ത് ഹനുമാനെ മോഹാലസ്യപ്പെടുത്തി. അതിനുശേഷം പിടിച്ചുകെട്ടി രാവണൻ്റെ മുമ്പിലെത്തിച്ചു. അട്ടഹാസത്തോടെ രാവണൻ തൻ്റെ മന്ത്രിപ്രമുഖനോട് ഹനുമാനെ ചോദ്യം ചെയ്യാൻ പറഞ്ഞു. മന്ത്രിപ്രമുഖൻ ഹനുമാനെ അണിനയിപ്പിച്ചുകൊണ്ട് ചോദ്യം ചെയ്യൽ തുടങ്ങി. ആരാണ്, എന്താണ്, എന്തിനാണ് വന്നത് എന്നെല്ലാം ഹനുമാൻ എന്നോട് ചോദിക്കാൻ തുടങ്ങി. ഹനുമാൻ എല്ലാത്തിനും മറുപടി പറഞ്ഞു. വിനയമില്ലാതെ ഹനുമാൻ്റെ സംസാരം കേട്ട രാവണൻ ഹനുമാനെ കൊല്ലാനൊരുങ്ങി. അപ്പോൾ ധർമ്മിഷ്ഠനായ വിഭീഷണൻ സഹോദരനോട് ദൂതഹത്യ ഒരു രാജാവിന് ചേർന്നതല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഹനുമാന് ശിക്ഷയായി വാല് കത്തിക്കാൻ സൈനികരോട് ആവശ്യപ്പെട്ടു. സൈനികർ വാലിൽ തുണി ചുറ്റി എണ്ണ ഒഴിച്ച് കത്തിച്ചു. കത്തിയ വാലുമായി ഹനുമാൻ ലങ്കാനഗരത്തിലെ ഗ്രഹങ്ങളെല്ലാം ചാമ്പലാക്കിയതിനു ശേഷം ഹനുമാൻ സമുദ്രത്തിൽ ചാടി തൻ്റെ വാലിൽ ഉണ്ടായിരുന്ന അഗ്നി കെടുത്തി. അതിനുശേഷം സുമേരു പർവ്വതത്തിൽ നിന്ന് ഉയർന്ന് മഹേന്ദ്ര പർവ്വതത്തിലേക്ക് അതിവേഗം നീങ്ങി. വിദൂരതയിൽ നിന്ന് ഹനുമാന്റെ ശബ്ദം കേട്ട വാനരപ്പട ഹനുമാനെ കാത്തു നിന്ന് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ് സന്തോഷത്തോടെ എല്ലാവരും യാത്രയായി. ഋഷിമുഖാചലത്തിലെത്തി ഹനുമാൻ അവിടെ നിന്ന് പോയ മുതലുള്ള കാര്യങ്ങളെല്ലാം ഭഗവാനെ ധരിപ്പിച്ചു. സീതാദേവി പറഞ്ഞ അടയാളവാക്യം പറയുകയും ചൂടാരത്നം രാമപാദത്തിൽ സമർപ്പിക്കുകയും ചെയ്തു. സന്തോഷവാനായ ഭഗവാൻ ഹനുമാനെ അനുഗ്രഹിക്കുന്നു. ഇവിടെ സുന്ദരകാന്ഡം അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.